ഇറങ്ങട്ടെ, വേഗം ഇറങ്ങട്ടെ. പുറകെ പോയി കയറ്. ഒരു ചെറിയ ടിക്കറ്റ് മുറിച്ച പറയീസേ. ഇറങ്ങുന്നില്ലേ? ഇല്ല, ഞാൻ ഇറങ്ങുന്നില്ല. എന്താ പെട്ടെന്നൊരു മനംമാറ്റം? റിട്ടേൺ ട്രിപ്പിന് കാണുമോ? റിട്ടേൺ ട്രിപ്പിൽ കാണും, പക്ഷെ തൻ്റെ കൂടെ ഞാനില്ല. ഞാൻ ആ ഗോമതിയുടെ കൂടെ ഉള്ളൂ. അവളാകുമ്പോൾ എന്നെ വീടിൻ്റെ പടിയെ കൊണ്ടിറക്കും. താൻ എന്നെ പെരുമടി തള്ളുകയല്ലേ. പോട്ടെ റായ്. വേഗം കയറ്. ഓ, നമ്മുടെ നാട്ടിലെ ബസ് യാത്രയും കോട്ടയ്ക്കലെ പിരിച്ചിലും രണ്ട് സമം. മുറിച്ച് ചുരുട്ടി തള്ളിക്കോ. ഭക്ഷണ കാര്യത്തില് സ്വയം പര്യാപ്തത നേടിയെന്നാ ഭരണകൂടം പറയുന്നത്. ഇനി പോയണ കാര്യത്തിൽ കൂടെ അത് നേടിക്കഴിഞ്ഞാ ബഹു സന്തോഷം. അടുത്ത നൂറ്റാണ്ടാകുമ്പോഴത്തേക്ക് പുക കിട്ടാതെ ഒറ്റ ഇന്ത്യക്കാരനും കഷ്ടപ്പെടരുത്. ഇന്നാടെ വെച്ച് തന്നെ മരുന്ന്. വേദന വരുമ്പോ ഒന്നായിട്ട് വിഴുങ്ങണ്ട, ഓരോ ഔൺസ് രാവിലെ വെറും വയറ്റില് മാറിക്കോളൂ. ഈ വൈദ്യർക്ക് പിഴക്കില്ല. മൾട്ടിനാഷണൽ കമ്പനി മാതിരിയല്ല. കർമ്മത്തിൽ മനുഷ്യത്വവും സത്യവും ഉള്ളവനാ. ഉപ്പ് തീർന്നാ പറഞ്ഞോ, ഇനി ശരിപ്പെടുത്താം. അധികമൊന്നും ആയില്ലടോ. ഇനി ആയാ തന്നെ നീ തരണ്ട. പോരെ, എവിടെ വല്ലതുണ്ടോ? ഓ, ഇതിലുണ്ടല്ലോ ഒരു കോടതി നോട്ടീസ്. ഇതേത് കേസാണാവോ? പോയ കേസ് എന്തായി? ഓ, എന്താവാനാ, കുറെ വക്കീലിന് കൈമടക്കി. നീതിപതിക്ക് സകലതും ഒരു തമാശ, സർവം മംഗളം. ആഹാ, നല്ല സ്റ്റൈലം പാട്ട്. പന്നാടയാ. പോട്ടോ, സ്വയം നാറിയിട്ട് വയ്യ. ഒരാഴ്ചത്തെ വിയർപ്പുണ്ടേ, ഒരു കുളി അത്യാവശ്യം. ഈ വേഷത്തിലെങ്ങാനും പോകേണ്ടി വന്നാൽ നരകത്തിൽ പോലും എന്നെ എടുക്കില്ല. ഒറ്റം കൊണ്ടേ താലൂക്ക് ഓഫീസറെ ഒന്ന് പോണം. അതാ ഇവിടെ ഇറങ്ങിയ. ഓട്ടോ വല്ലതും കിട്ടുമോ ആവോ? ഓട്ടപ്പോ നീ വേണ്ട, നടക്കാം. നീ ഒരു വീഡിയോ ഇങ്ങെടുത്തേ. ഓ, ഈ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയല്ലോ. ഞാൻ എന്തൊരു മനുഷ്യൻ. ആർക്കാണാവോ? ഇതിത്തിരി അതിസ്നേഹമാണോ? എനിക്ക് ഉണ്ടോ ഇത്തിരി ഹൃദയബന്ധങ്ങളൊക്കെ. ഇതിനെ ഇന്ന് പോകും തോന്നുന്നില്ല. ഛേ, ഇങ്ങനെയുണ്ടൊരു മറവി. ഓട്ടറോ, സാരമില്ല.
പഞ്ചായത്ത് റോഡ് ഇപ്പൊ എങ്ങനെയാ? ഓട്ടോ പോവോ? ആ പോവും. ആ. അല്ല വരുന്ന വഴിയാ. അതെ. ദേവകി ടീച്ചറിന്റെ അല്ലേ? അതെ, ഇറങ്ങിയപ്പോ ആളെ എനിക്ക് മനസ്സിലായി. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കണ്ടാൽ എന്താ, ആളെ ഈ അച്ചൂര് തെറ്റൂല. എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഈ ശബ്ദം മതി ദേവകി ടീച്ചർ പണ്ട് ചന്തിക്ക് തന്ന തല്ലിന്റെ വേദന ഓർക്കാൻ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിലും ക്ഷീണിച്ചൊരു ബീഡിക്കുറ്റി പോലെ ആയല്ലോ. ഈ ചുരുട്ടല് മാത്രമല്ല, വലിയുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. അല്ല പയ്യന്മാരും വിളിക്കാം. വേണ്ട, പയ്യന്മാർ ഇതെടുത്താ പൊടിഞ്ഞു, പിന്നെ അവന്മാരെ ഞാൻ എടുക്കേണ്ടി വരും. അധികം വലിക്കണ്ട കേട്ടോ, ചുരുട്ടല് മാത്രം മതി. ഏയ്, മേരി ഹോളി ഏഞ്ചൽസ് കോൺവെന്റ്. കുമാരേട്ടൻ. എന്റെ കുമാരേട്ട, ഒരു കത്ത് എഴുതുമ്പോ നേരാവണ്ണം പോസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ? വേഗം ചെന്ന് മറുപടി എഴുതി വാങ്ങിക്കേ, കുമാരേട്ടൻ കാത്തിരിക്കും. ഓട്ടോ. സാറ് ലീവിന് വരികയാണല്ലേ? അതെ. സാറേ, ഡൽഹിയിൽ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓ, പ്രശ്നങ്ങൾ അതെന്റെ ഓട്ടോയിലുള്ള അത്ര പ്രശ്നമൊന്നും അവിടെ ഇല്ല. ഒരുവിധ സുഖ. സാറിന് എത്ര മാസത്തെ ലീവുണ്ട്? തന്റെ അമ്മയുടെ സംബന്ധം കഴിയുന്നുണ്ടവരെ മുന്നോട്ട് നോക്കി ഓടിക്കണോ? വിസ കൊടുക്കാമെന്ന് പറഞ്ഞ ആളെ പറ്റിക്കുന്ന മാമു ഹാജിയുടെ മൂത്ത സന്താനം അല്ലടാ നീ? അതെ. നീ എപ്പോഴാ ഓട്ടോ ഓടിക്കാൻ പഠിച്ചത്? 2 മാസമായി. ഗൾഫിൽ പോകാൻ വേണ്ടി പഠിച്ചതാ. പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗൾഫിൽ ഓട്ടോ ഇല്ലെന്ന്. വിസ തരാന്ന് പറഞ്ഞ ബാപ്പ ഞമ്മളെയും പറ്റിച്ച്. ഇപ്പൊ ഇത് തന്നെ നമ്മുടെ ഗൾഫ്. ആരാ നിന്നെ ഓടിക്കാൻ പഠിപ്പിച്ചേ? ഡ്രൈവർ തങ്കച്ചനാ സാറേ. തങ്കച്ചൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സാറ് പട്ടാളത്തിലല്ലേ? ആ, അതെ അതെ. ആ തങ്കച്ചനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്തിനാ സാറേ? നിന്നെ ഈ കോലത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിച്ചേന് അവനിട്ട് 2 പൊട്ടിക്കാൻ. മുന്നോട്ട് ഓടിക്കടാ. ഇവിടെ തന്നെ എന്നോ? ഇപ്പൊ വരാം. ചെറിയ ഓട്ടോ. ഇത് ചെറിയ ഓട്ടാണെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഞാൻ ഇത്തിരി വലുതായിട്ട് ഓടാൻ പോവാ. അത് വിശാലാക്ഷി ടീച്ചറാ. കൂടെയുള്ള രൂപയും സൗമ്യം എന്റെ വണ്ടിയിലേക്ക് കയറൂ. ആ പഞ്ചാര മുട്ടായികള് ഇന്ന് എന്തായാലും തന്റെ വണ്ടി കയറുന്ന വിചാരിക്കണം. നോക്കിക്കോ. എന്താ എന്ത് പറ്റി? അല്ലാ, ക്ലച്ച് വരെ പൊട്ടി. പൊട്ടും, അതാ പറഞ്ഞത്. കണ്ട പെമ്പിള്ളാരുടെ വായി നോക്കി വണ്ടി ഓടിച്ചാ ക്ലച്ച് വേറല്ല, തന്റെ നട്ടല് വരെ പൊട്ടും. ഇനി ഞാൻ നടന്നോളാം. സാറിന് മന്ത്രവാദം അറിയോ? എന്താ? അല്ല, പറഞ്ഞ പോലെ പറ്റി. ആ, മന്ത്രവാദം അറിയാം. തനിക്ക് കാണണോ? വേണ്ട. തന്നെ ഞാനൊരു എരുമയാക്കട്ടെ. അയ്യോ വേണ്ട സാർ. പണ്ട് ഞാനൊരു ഗോപാലൻ നായരെ പശുവാക്കിയിട്ടുണ്ട്. കാണണോ? വേണ്ട സാർ, വേണ്ട. അല്ല, എങ്ങനെയുണ്ടാ പട്ടാളക്കാര്? ഹലോ ഹലോ. My God. Hey. 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 പേടിക്കണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം. നിർത്തടാ പട്ടികളെ.
എടാ വീട് സ്വന്തം തന്താണെന്ന് നോക്കടാ. ഇത്തിരി ശ്വാസം ബാക്കിയുണ്ട്. നോറികള് നിർത്ത. ഇത് തട്ടിയാണോ ഇയാള് വീണത്? അയ്യോ അല്ല സാർ. എന്തോന്നല്ല, ഇങ്ങോട്ടിറങ്ങ. ഇയാളെ ആശുപത്രിയിൽ എത്തിക്കണം. വണ്ടി വിടല്ലേ, ഞാനിപ്പോ വരാം. ഏതായാലും കൊണ്ടുവന്നില്ലേ, ഇനി ഇത്തിരി ചോര കൂടി കൊടുക്കണം. നല്ലപോലെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. ആക്സിഡന്റ് ആയതാണോ? അറിയില്ല, വഴിയിൽ വീണ് കിടക്കുന്ന കണ്ടു. മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോ എടുത്തോണ്ട് വന്നു. ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നിങ്ങളുടെ വണ്ടി തട്ടിയതല്ലേ? അല്ല. ഇയാളാരാ? ഐ എം വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. ആർമിയിലാണ്. ഗുണം വരും. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം തിരിച്ചു കിട്ടും. മനോവിഷമം പറിച്ചുകളാ. എല്ലാം എനിക്കൊരു ഉത്സവം പോലെയാണ് പൈതങ്ങളെ. എന്ത് ധൈര്യത്തിലാണാവോ അവിടെ നിങ്ങൾ തുള്ളിക്കൊണ്ട് പറയണേ? ഒരു 100 പുരുഷായസം കൊണ്ട് തീരാത്തത്ര മനോവിഷമം ഈ ഒറ്റ ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരു ഉത്സവം. ഗുണം വരും പൈതങ്ങളെ, ഗുണം വരും. അതെ, ഈശ്വരന്മാർക്ക് വേറെന്താ പണി? അവർക്ക് എന്ത് ഉത്സവല്ലേ. പക്ഷെ മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. വെളിച്ചപ്പാട് തൊടിച്ച കുങ്കുമത്തിൽ വരെ ഇപ്പൊ മായ. അധികം നേരം വെച്ചാ പോലും. എന്ത് പറ്റും എന്നെ? ഉച്ചക്കലത്തെ വണ്ടിക്ക് ഉണ്ണി ഇങ്ങോട്ട് എത്തേണ്ടതാ. വണ്ടി അങ്ങോട്ട് മംഗലാപുരത്ത് എത്തി, ഉണ്ണി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അതെന്നെ ഒരു വിഷമം. ദേവി പുറപ്പെട്ടിട്ടില്ല. അങ്ങനെയാ കാണണേ. നാളെ പുറപ്പെടും. 5-ാം നാള് ഇങ്ങടെത്തും. കണ്ണടച്ചിരിട്ടാക്കി വിഡിത്തരം പറയല്ലേ. ത്രികാലജ്ഞാനികളായ വെളിച്ചപ്പടന്മാരുണ്ടായിരുന്നു അങ്ങ് ദ്വാപരയുഗത്തിൽ. ഈ കലികാലത്ത് തന്നെ പോലുള്ള വിഡ്ഢിവേഷങ്ങളേ ഉള്ളൂ. ഏട്ടൻ വന്നു. കണ്ണ് കഴച്ചല്ലോ എന്റെ ഉണ്ണി. എന്താ വൈകിയേ? വണ്ടി താമസിച്ചോ? വരൂന്ന് പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ. പറിച്ചു നട്ട പോലെയാ ഉണ്ണി എത്തിയേ. ഭഗവതിയാണെന്ന് ഞാൻ നോക്കില്ല. കള്ളത്തനം പറഞ്ഞ ഒറ്റ പൊട്ടിക്ക് ഞാൻ 5 ദിവസം അവത്തര വരാൻ. എന്താ ഉണ്ണി ഇത്? ദേഹത്തൊക്കെ ചോര. അതോ, അതൊരു കൈ സഹായം. വരുന്ന വഴിക്ക് ഒരാളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നു. പട്ടാളത്തിലല്ലേ, ചോര കണ്ട് കണ്ട് അറപ്പ് മാറി കാണും. വെളിച്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചോര കണ്ട ഇപ്പോഴും എനിക്ക് തലയിട്ടും. പാവം. എന്താ ഭാസ്കരമാരെ, കൊട്ടൊക്കെ പൊടി പൊടിക്കുന്നില്ലേ? ഓ, ഇത്തവണ എന്റെ ലീവിൽ വരവ് ഒരു ആഘോഷമായി മാറി. ഇത്രയും നല്ലൊരു സ്വീകരണം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. സ്വീകരിച്ചത് ഭഗവതിയാ, അത് മറക്കണ്ട. ആ പ്രസാദം വേണ്ടി വരും. അല്ല, അപ്പൊ ഞാൻ പിന്നെ വരാം. അമ്മായി, എന്റെ കുട്ടി, നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിന്നെ ഞാൻ എന്നും സ്വപ്നം കാണും. അതുകൊണ്ട് നീ ലീവിൽ വരികയാണെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. മൊത്തം 57 ദിവസം ഞാനിവിടെ ഉണ്ട്. കലക്കണ്ടേ? കലക്കണം. 57 ദിവസവും കലക്കണം. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. വന്നത് ഭഗവതിയാ, കണ്ണു കോങ്കണ്ണാവും. നീ വാടാ. നീ വന്നത് കാരണം ഈ കുളത്തിനൊരു അനക്കുണ്ടായി. ഇപ്പഴാ വെള്ളം ഒന്ന് ഇളകി. എനിക്കിപ്പോ പഴയ പോലെ നീന്താനും ഒന്നിനും വയ്യ. കിതയ്ക്കും. ഇറങ്ങാ മുങ്ങ കയറാ തോർത്തുക. അതാ നിന്റെ അമ്മായിയുടെ പാർവതിയും കുളി. ഒരു നനഞ്ഞ മട്ട. നീ ഒന്ന് അടിച്ചു തിമിർത്ത് കുളിക്കടാ. ഞാനൊന്ന് കാലത്തെ. അമ്മാവനെ കൂടെ ചാട്, കിതപ്പ് സാരമില്ല. ഞാൻ രാവിലെ ഒരു 6 മുങ്ങി. ഇനി വയ്യ. നല്ല തണുപ്പുണ്ട്. ഉള്ളിട്ട് കത്തിക്കാൻ നീ വിറകൊന്നും കൊടുന്നിട്ടില്ലേ? ഊണിന് മുമ്പ് കത്തിച്ചാ പോരെ? ഇവിടെ ഇരുന്നാ എന്താ കുഴപ്പം? ഗ്ലാസ് ഇതാ ഞാൻ കൊടുന്നിട്ടുണ്ട്. വെള്ളം നമ്മുടെ മുമ്പിലുണ്ട്. സാധനം എവിടെ? ചോദിക്കുന്ന എനിക്കറിയാം. ഉണ്ടാവും എനിക്കും അറിയാം. ആ ടവലിന്റെ ഉള്ളിലുണ്ട്. അമ്പട കള്ള. ഓ എന്റെ അമ്മോ, ഈ മിലിറ്ററിയുടെ ഒരു ഗമ. അകത്തിരുന്ന് കഴിക്കാൻ പാർവതി അവളും സമ്മതിക്കില്ല. പുറത്തിരുന്ന് കഴിക്കാൻ നാട്ടുകാരും സമ്മതിക്കില്ല. അത്രയ്ക്ക് ബഹുമാന. പിന്നെ ഇതേ ഉള്ളൊരു വഴി.
അമ്മാവാ ഓ അപ്പൊ ഇതാണ് ഇവിടെ ഇരുന്ന് പണിയല്ലേ? അയ്യോ അയ്യോ വെള്ളത്തിലേക്ക് എന്താ ചാടല്ലേ? അമ്മാവിനെ ഇങ്ങനെ കുടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ഏട്ടന്? കുടിച്ചാ പിന്നെ ഓരോന്നും പറഞ്ഞ് കരയാൻ തുടങ്ങും. അയ്യോ പണ്ടിങ്ങനൊന്നും അല്ലല്ലോ. ഇപ്പോഴിങ്ങനെയാ. അമ്മാവനൊന്നും മനസ്സിൽ നിൽക്കൂല. എപ്പോഴാ കരയാന്ന് ദൈവത്തിനെ അറിയൂ. ആ അത് ശരി. എടി നിന്റെ മുഖം കണ്ടാ ഞാനാണ് അമ്മാവനെ കുടിപ്പിച്ചെന്ന് തോന്നുമല്ലോ. ഏത് പട്ടാളക്കാരനും ലീവിൽ വരുമ്പോ അല്പം മദ്യം കൊണ്ടുവരണം. അതൊരു നിയമമാ. അതിങ്ങനെ നിലയിലാക്കയത്ത് ചാടുന്നു ഞാൻ വിചാരിച്ചോ? സന്തോഷം കൊണ്ടല്ലടാ ഉണ്ണി, നിന്നെ കാണുന്ന ഈ വീട്ടിലൊരു നക്ഷത്രം ഉദിച്ചു വരുന്ന പോലെ അല്ലടാ. ഞാൻ നിന്റെ അമ്മാവനല്ലടാ. ഒക്കെയാണ്, സമ്മതിച്ചു. ആദ്യം ഈ കരച്ചിലും നിർത്ത്. എനിക്ക് മക്കള് രണ്ടേ രണ്ട്. ആ. ഒന്ന് നീയ്, ഒന്ന് പാർവതി. ആ നീ നിന്റെ അമ്മായിയെ കണ്ടോ? അവള് വയറ്റിലെ ഗോണ, ഒരിക്കലും പെറില്ല. ഞാൻ വല്ലതും വിളിച്ച് പറയും. ആ ഓ എടാ ഉണ്ണി, വിത്തിട്ടതുകൊണ്ട് മാത്രായോ? അത് മുളയ്ക്കണമെങ്കിൽ ഫലഭൂയിഷ്ടായ മണ്ണും വേണ്ടേ? ഈ വെള്ള തറവാട്ട് അത്തരം മണ്ണില്ല. എന്റെ ഈശ്വരാ, എനിക്കിനി ജീവിച്ചിരിക്കണ്ട. ഈ മഹാഭാവി പറഞ്ഞത് ഞങ്ങളുടെ ഭൂമിക്ക് അമ്മായി, എണീറ്റ് വാ. വിളിച്ചോണ്ട് പോയാ എന്താ അമ്മാവൻ? എന്താ അമ്മായി? ഒന്നും കേൾക്കണ്ട. അമ്മായി എന്താ ഇങ്ങനെ? ഇതൊക്കെ കള്ളിന്റെ പുറത്ത് പറയുന്നല്ലേ, കാര്യമാക്കണ്ട. വെറുതെ ആവശ്യമില്ലാതെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയ അമ്മാവനാണെന്ന് നോക്കില്ല. നല്ല അലക്ക് വെച്ചേരും കേട്ടോ. ഇതെങ്ങനെ വെള്ളത്തിന്റെ അടിയിലിരുന്ന് അടിച്ചു? എങ്ങനെ സാധിച്ചു? അടി അടി. അമ്മാവനെ കുറച്ച് മോരൊഴിക്കട്ടെ? വേണ്ട, ഇതിന്റെ സുഖം പോവും.